വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 3-ലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് കൺസിഡർ ചെയ്യുക. n³ മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 3. അതുപോലെ എ സെറ്റ് വിത്ത് n എലമെൻറ്റ്സ് ഹാസ് 2n സബ്ജക്ട്സ്. സം ഓഫ് ദ ഫസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഇതെല്ലാം കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രൂഫിനെ ഇതിൻ്റെ റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെനി മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അസർട്ട് ദാറ്റ് ദ പ്രോപ്പർട്ടി ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അങ്ങനെ എല്ലാ ഇൻറ്റീജേഴ്സിനും പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനും ഇത് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പോൾ ഈ താഴെ കാണിക്കുന്ന കുറച്ച് എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ടുകളെ പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പ്രൂവ് ചെയ്യാൻ നോക്കാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ P(n) ആയിട്ട് ഡിനോട്ട് ചെയ്യും. And it is true for all, and P(n) is an assessment. It is true for all positive integers n, where P(n) is a propositional function. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്ന് ബേസിസ് സ്റ്റെപ്പും പിന്നെ ഒന്ന് ഇൻഡക്റ്റീവ് സ്റ്റെപ്പും. ബേസിസ് സ്റ്റെപ്പിൽ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് P(1), അതായത് n=1 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുള്ളത് കാണിക്കുന്നതാണ് ബേസിസ് സ്റ്റെപ്പ്. അതുപോലെ ഇൻഡക്റ്റീവ് സ്റ്റെപ്പിലാണെങ്കിൽ എല്ലാ ഇൻറ്റീജേഴ്സ് കെയ്ക്കും ഇപ്പോൾ P(k) ട്രൂ ആണെങ്കിൽ P(k+1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ദെൻ വി വിൽ പ്രൂവ് K+1 ഈസ് ട്രൂ. ദെൻ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ഇൻറ്റീജേഴ്സിനും ട്രൂ ആണ്. ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യുക. To prove that P(n) is true for all positive integers n, where P(n) is a propositional function, we have two steps. ഇങ്ങനെയാണ് ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് P(1) is true. ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് P(k) implies P(k+1) is true. P(k) ട്രൂ ആണെങ്കിൽ P(k+1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതായത് P(k) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് P(k+1) ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ലാസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ഇൻറ്റീജേഴ്സിനും ട്രൂ ആണെന്ന്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. എല്ലാവർക്കും അറിയാം സം ഓഫ് ഓൾ ഫസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, സം ഓഫ് ഓൾ ഫസ്റ്റ് n ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ P(n) എന്താണ്? സം ഓഫ് ദ ഫസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര n ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ നമ്മൾ ആദ്യം P(1) ട്രൂ ആണെന്ന് കാണിക്കും. അതിനുശേഷം P(k) ട്രൂ ആണെങ്കിൽ P(k+1) ട്രൂ ആണെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ബേസിസ് സ്റ്റെപ്പാണ്. ബേസിസ് സ്റ്റെപ്പിൽ P(n) എന്താ വരിക? നമ്മുടെ ഈ പറഞ്ഞ ഇവിടെ LHS എന്താ വരിക? LHS നമുക്ക് 1 മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ RHS നമ്മൾ n-ന് പകരം എന്തിട്ട് കൊടുക്കും? 1 ഇട്ട് കൊടുക്കും. അപ്പോൾ 1 is equal to 1 into 1 plus 1/2 which is, അപ്പോൾ രണ്ടും LHS RHS ഈക്വൽ ആയി അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷനും ഈക്വൽ ആയി. അപ്പോൾ ഈ പറഞ്ഞ P(1) എന്താണ്? ട്രൂ ആണ്. ഇനി ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ വി അസ്യൂം P(k) ഹോൾസ് ഫോർ an arbitrary പോസിറ്റീവ് ഇൻറ്റീജർ k. അപ്പോൾ കേക്ക് ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് k ഈക്വൽ ടു k ഇൻറ്റു K+1/2. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? P(k+1) ട്രൂ ആണെന്ന് കാണിക്കണം. അതായത് അപ്പോൾ നമുക്ക് എന്ത് വരും? അതായത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര K+K+1 is equal to K+1 ഇൻറ്റു K+1+1/2. അതായത് n-ന് പകരം K+1 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വരും? K+1 ഇൻറ്റു K+2/2. ഇങ്ങനെ കിട്ടിയാൽ നമ്മുടെ ലാസ്റ്റ് നമുക്ക് K+1 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ഇതെന്താണ്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ k+1 വരെ നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? k+1 × k+2 ഹോൾ ഡിവൈഡ് ബൈ 2. നമുക്ക് എന്താണ് ആകെയുള്ളൊരു കണ്ടീഷൻ? P ട്രൂ ആണെന്ന്. P ട്രൂ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ P(k+1) ട്രൂ ആണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് താഴെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം അറിയാം P(k)യിൽ നമ്മൾ രണ്ട് സൈഡും k+1 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ P(k+1) ആവില്ലേ, അതായത് P(k+1) ആവും LHSൽ. RHSൽ എന്താവുക നോക്കാം. RHSൽ k × k+1/2 ആയിരുന്നു നമ്മുടെ P(k). അതിൻ്റെ കൂടെയാണ് നമ്മൾ k+1 ആഡ് ചെയ്തത്. അപ്പോൾ എന്താവും? k × k+1 പ്ലസ് ഈ 2 ഡിനോമിനേറ്റർ 2. അപ്പോൾ നമ്മൾ LCM കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? k × k+1 പ്ലസ് 2 × k+1 ഹോൾ ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ നമുക്ക് എന്തും ഇതിൽ നിന്ന് നമുക്ക് k+1 കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. രണ്ടിലും മേലത്തെ ന്യൂമറേറ്ററിൽ k+1 കോമൺ ആണ്. k+1 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് k+1 × k+2 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? 2. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ ഈ P(1 + 2 + etc. k+1 സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? k+1 × k+2 ഹോൾ ഡിവൈഡ് ബൈ 2. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലാസ്റ്റ് ഇക്വേഷൻ എന്താ കാണിക്കുന്നത്? P(k+1) ഈസ് ട്രൂ. therefore ഇതാണ് നമ്മുടെ പ്രൂഫ്. ഓക്കെ, ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി എഴുതണം. We have completed the basic step and all the inductive steps. So by the mathematical induction, ഇതല്ല എഴുതേണ്ടത്, we have അല്ല, by mathematical induction we know that the P of n is true for all positive integers. അങ്ങനെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് എഴുതണം കേട്ടോ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി we know that P of n is true for all positive integers. ഇനി അടുത്തൊരു സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പല്ല, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സം ഓഫ് ഫസ്റ്റ് പോസിറ്റീവ് n പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. സം ഓഫ് ദ ഫസ്റ്റ് n പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ അത് നമുക്ക് അതിനെന്തെങ്കിലും ഒരു ഫോമുല ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഇനി n ന് 1 2 3 etc. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഓഡ് നമ്പറിന് ആദ്യം 1 = 1 ആണ്. ഇനി അടുത്തത് 1 + 3 എന്താ വരിക? 1. അത് കഴിഞ്ഞ് അടുത്തത് ഏതാണ്? ഓഡ് നമ്പർ 3 ആണ്. അപ്പോൾ 1 + 3 4 ആണ്. അടുത്തത് എന്താണ്? 1 + 3 + 5 which is 9 ആണ്. 1 + 3 + 5 + 7 അത് 16 ആണ്. അത് കഴിഞ്ഞ് 1 + 3 + 5 + 7 + 9 അത് 25 ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 + 3 + 5 + 7 + 9 എന്ന് പറയുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 ഉണ്ട്, which is equal to 5². അതുപോലെ 1 + 3 + 5 + 7 എന്ന് പറയുന്നത് എത്ര ആൾക്കാരാണുള്ളത്? എത്ര നമ്പേഴ്സാണുള്ളത്? 4, which is equal to 4². അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ഫ്രം ദിസ് നമുക്ക് എന്ത് മനസ്സിലായി? സം ഓഫ് ദ ഫസ്റ്റ് n പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഈസ് n². അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1 + 2 + 3 + etc. 3n - 1 = n². എന്തുകൊണ്ട് 3n - 1 എഴുതിയത്? ഇത് ഓഡ് നമ്പർ ആണ് കേട്ടോ. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 2n എഴുതിയിട്ടുണ്ടാവും. നോർമൽ ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? n എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഓഡ് ഇൻറ്റീജർ ആയതുകൊണ്ടാണ് ലാസ്റ്റ് 2n - 1. ഓക്കെ, which is equal to n². സോ നമ്മുടെ പ്രൊപ്പോസിഷൻ എന്താണ്? അപ്പോൾ നമ്മുടെ പ്രൊപ്പോസിഷനായി ദ സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് n². ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. We must first complete the basic step, that is P of n ട്രൂ ആണെന്ന് നമ്മൾ കാണിക്കും. അതിന് ശേഷം നമ്മൾ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്, അതായത് P of k ട്രൂ ആണെങ്കിൽ P of k+1 ട്രൂ ആണെന്ന്, P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം P of k+1 ട്രൂ ആണെന്ന് നമ്മൾ കാണിക്കും. അപ്പോൾ ഇത് എവിടേക്കാണ് പോയി? ഓക്കെ, P of 1 ബേസിസ് സ്റ്റെപ്പ് ഇതിൽ ഞാൻ വിട്ടുപോയതാണ് തോന്നുന്നു. ഓക്കെ, ബേസിസ് സ്റ്റെപ്പ് എന്താണ് നമുക്ക്? ഓക്കെ, ഒരു മിനിറ്റ് ഇപ്പുറത്ത് എഴുതാം. ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് P of 1 ട്രൂ ആണെന്ന് കാണിക്കണം. സോ P of 1 ഇവിടെ എന്താ വരുന്നത് നോക്കാം. P of 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? P of 1 എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ആണെങ്കിൽ നമ്മുടെ LHS ആണെങ്കിൽ LHS പ്രകാരമാണെങ്കിൽ ഒരു ഓഡ് നമ്പറേ നമ്മൾ സം ചെയ്യുള്ളൂ. അത് ആദ്യത്തെ ഓഡ് നമ്പർ 1 ആണ്.
RHS പ്രകാരമാണെങ്കിൽ അതെന്താണ് 1 സ്ക്വയർ ആണ്. സോ 1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ. ദെർഫോർ പി ഓഫ് 1 ട്രൂ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ബേസിസ് സ്റ്റെപ്പ്. ഇനി ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്യുക? ഇത് ഇൻഡക്റ്റീവ് സ്റ്റെപ്പാണ്. ബേസിസ് സ്റ്റെപ്പ് പി ഓഫ് 1 ട്രൂ ആണെന്ന് എഴുതിയാൽ മതി. പി ഓഫ് 1 ആ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1, അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത് ലാസ്റ്റ്? അതായത് 1 + 3 + 5 + etc. + 2k - 1 + 2k + 1 2k + 1 = k + 1 ഹോൾ സ്ക്വയർ. പി ഓഫ് കെ പ്ലസ് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 മറ്റേതിലിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, 2n - 1ൻ്റെ അവിടെ ഓക്കെ 2k + 1 = k + 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ പി ഓഫ് കെ എന്താണ്? പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ 1 + 2 3 + 5 + etc. + 2k - 1 + 2k - 1 = k² എന്നാണ് നമ്മൾ പി ഓഫ് കെ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പി ഓഫ് കെയിൽ രണ്ട് സൈഡ് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? 2k + 1 2k + 1 ആഡ് ചെയ്യാണ് കേട്ടോ. 2k + 1 2k + 1 ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തായി നോക്കാം. 2k + 1 2k + 1 ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സമ്മ് നമുക്ക് ബൈ ദ അസംഷൻ നമുക്കറിയാം പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താണ് നമുക്ക് പറയാം, ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് k² ആണെന്ന് അറിയാം. അപ്പോൾ ഇപ്പുറത്തുള്ളത് ഇനി 2k + 1 ആണ്. അപ്പോൾ k² + 2k + 1 വന്നു. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു k + 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്തായി? ട്രൂ, എന്താ പറയുക, ഫോളോസ് ഫ്രം പി ഓഫ് കെ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് എഴുതണം. ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ n എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അവിടെ 2k + 1 വന്നേ? അതായത് നമ്മുടെ ലാസ്റ്റ് എന്തായിരുന്നു? 2 × k -1 ആണ്, അല്ലെങ്കിൽ 2n - 1 ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ കെക്ക് വരാൻ k + 1 ആണ്. അപ്പോൾ എന്താ വരുന്നത് നോക്കിയേ, കെക്ക് വരാൻ k + 1 ആണ് വരുന്നത്. അപ്പോൾ 2 × k + 1 -1 = എന്താ വരിക? 2k + 2 - 1. അപ്പോൾ എന്ത് വരിക? 2k + 1 അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് സൈഡ് നമ്മൾ 2k + 1 ആഡ് ചെയ്ത് കേട്ടോ, പി ഓഫ് കെ പ്ലസ് 1ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതണം? ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു ഇൻഇക്വാലിറ്റി നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ 3 ടൈപ്പ് പ്രോബ്ലം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ ആദ്യത്തെ ആയിരുന്നു ഫസ്റ്റ് കണ്ട ടൈപ്പ്. ഇനി രണ്ടാമത്തെ നമുക്ക് ഇൻഇക്വാലിറ്റി ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇതേ സ്റ്റെപ്പ് തന്നെയാണ്, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ n < 2n ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പി ഓഫ് n എന്താണ്? n < 2n. 2n ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിസ് സ്റ്റെപ്പ് ആദ്യം എഴുതാം. പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ ആണോ നോക്കാം. പി ഓഫ് 1 ട്രൂ ആണ്. കാരണം എന്താ? 1 < 2n. 1 < 2 ആണ്. സോ ദെർഫോർ ദ ബേസിസ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് എഴുതാം. നമ്മൾ അസ്യൂം ചെയ്യാണ് പി ഓഫ് കെ ഈസ് ട്രൂ ആണെന്ന് ഫോർ സം ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റീജർ k. ഇനി നമുക്ക് പി ഓഫ് കെ, അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? k < 2k ആണെന്ന്. ഇനി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പോൾ അതായത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? k + 1 നമ്മൾ k + 1 എന്ന് പറയുന്നത് < 2k + 1 എന്ന് പറഞ്ഞിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണതിന് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻസ് എന്ന് പറയണത് ഒന്ന് വന്നിട്ട് k < 2k ആണ് ബൈ അവർ അസംഷൻ. അതുപോലെ തന്നെ ഒന്ന് നോട്ട് ചെയ്യുക, 1 < ≤ 2k ആണോ അല്ലേ? 1 < ≤ 2k അല്ലേ? അതെന്തുകൊണ്ട് < എങ്ങനെ വന്നത്? നമുക്കറിയാം 1 < 2ൻ്റെ എന്ത് പറയുകയാണെങ്കിലും അറിയാം. പക്ഷേ ഈക്വൽ ടു എങ്ങനെയാണ് വന്നത്? 2 എന്താ വരുന്നത്? 2 എന്ന് പറയുന്നത് 1 ആണല്ലേ. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0യും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ലെസ് ആണ്. അപ്പോൾ നമുക്കറിയാം 1 < ≤ 2k. ഇത് നമ്മൾ നമ്മുടെ
പ്രൂഫിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, k+1 നമുക്കറിയാം k < 2k ആണ്. അപ്പോൾ ബൈ ദ അവർ അസംഷൻ, അപ്പോൾ രണ്ട് സൈഡും 1 കൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ k+1 2k+1. അപ്പോൾ നമുക്കറിയാം 1 < 2k ആണെന്ന്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താവും, k+1 < 2k+2k. അപ്പോൾ 2k എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 2 × 2k അല്ലേ, 2 × 2k അല്ലെങ്കിൽ 4 2k ആയിരിക്കും. നമുക്ക് 2 × 2k എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2k+1. 2k+1. അപ്പോൾ നമുക്ക് എന്ത് വന്നു, k+1 < 2k+1. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, k+1 P(k+1) ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് സ്റ്റെപ്പ് എഴുതും, ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വി ഹാവ് ഷോൺ n < n < 2n is true for all positive integers n. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് അടുത്ത ടൈപ്പ് എക്സാമ്പിളാണ്. അതായത് യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂവ് ദാറ്റ് n³ - n is divisible by 3 where n is a positive integer. n³ - n divisible by 3 ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ p of n എന്താ, n³ - n ആണല്ലേ. n³ - n is divisible by 3. അതാണ് നമ്മുടെ p of n, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ p of 1 ബേസിസ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കാണിക്കണം, p of 1 ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും 1. ഓക്കെ, 1. അപ്പോൾ നമ്മൾ n-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെ. 1³ - 1 എന്താ വരിക, 0 ഈസ് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്, p of 1 ട്രൂ ആണെന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. 0 എന്തായാലും 3ന് ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് p of 1 ട്രൂ ആണ്. ഇനി നമുക്ക് ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ നമ്മൾ അസ്യൂം ചെയ്യണം p of k ഈസ് ട്രൂ ആണെന്ന്. ദാറ്റ് ഈസ് വി അസ്യൂം ദാറ്റ് k³ - k ഈസ് ഡിവിസിബിൾ ബൈ 3. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the k+1 p of k+1 ട്രൂ ആണെന്ന് നമുക്ക് കാണിക്കണം. അതായത് എന്ത് കാണിക്കണം, k+1 (3) - k+1 ഈസ് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ k+1 (3) - k+1 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ചൊന്ന് മാറ്റി എഴുതിയതിന് ശേഷം നമുക്ക് 3 കൊണ്ട് രണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇത് ലാസ്റ്റ് എത്തുമെന്ന് നോക്കാം കേട്ടോ, എന്തെങ്കിലും എത്തുമെന്ന് നോക്കാം. അപ്പോൾ k+1 (3) - k+1 എന്ന് പറഞ്ഞാൽ നമ്മൾ k+1 (3) എന്താ, k³ പ്ലസ് 3k² പ്ലസ് 3k² പ്ലസ് 3k² പ്ലസ് 3k പ്ലസ് 3k അല്ല 3a²bയും 3ab² ആണ്. ഇവിടെ b 1 ആണ്, അതാണ് 3k വന്നത് കേട്ടോ. 3k + 1 - k+1. ഓക്കെ, -k+1. അപ്പോൾ ഇതിൽ നമ്മൾ k³ - k ഒപ്പം എഴുതി. പിന്നെ ബാക്കി എന്താ ഉള്ളതിൽ, -1 ക്യാൻസലായി അല്ലേ, 1ഉം 1ഉം ക്യാൻസലായി. പിന്നെ ഉള്ളത് ഇതിൽ രണ്ടിലും 3 കോമൺ ആണ്, അപ്പോൾ 3 കോമൺ ആയിട്ട് എഴുതി. 3 × k³ + k. ഓക്കെ, അപ്പോൾ ബൈ അവർ അസംഷൻ നമുക്കറിയാം p of k ട്രൂ ആണെന്ന്. അതായത് k³ - k ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ് ബൈ അവർ അസംഷൻ. അപ്പോൾ പിന്നെ അടുത്തത് നോക്കിക്കേ, 3ൻ്റെ മൾട്ടിപ്പിളും ആണ്. സോ ആ രണ്ടാമത്തെ ടേമും ഡിവിസിബിൾ ബൈ 3 ആണ്. സോ ഈ പറഞ്ഞ സെക്കൻഡ് k+1 p of k+1 ട്രൂ ആണ് വെൻ p of k ഈസ് ട്രൂ. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് എഴുതണമല്ലോ, എന്താണ്, ബൈ ദ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, by the principle of mathematical induction, n³ - n is divisible by 3 whenever n is a positive integer. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ്. അതുവരെയ്ക്കും താങ്ക് യു, ബൈ.